മുടിയുടെ നര മാറ്റുന്നതിന് വേണ്ടി സലൂണിൽ കയറി ഇറങ്ങി ഹെന്നയൊന്നും ഇനി ചെയ്യണ്ട. സലൂണിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഹെന്ന തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ മുടിയിൽ തേച്ചാൽ മതി. എത്ര പഴക്കം ചെന്ന നര വരെയും മാറ്റിയെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറയാം. സലൂണിൽ ചെയ്യുന്ന രീതിയിലുള്ള ഹെന്ന ഡൈ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അതിൻ്റെ മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടിയിലുണ്ടാകുന്ന നര നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എത്ര പഴക്കം ചെന്ന മുടിയിലുണ്ടായ നര വരെയും ഞാൻ ഈ പറയുന്ന ഈ ഒരു ഹെന്ന ഡൈ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ പലരും ഹെന്ന ഡൈ ഉപയോഗിക്കുന്ന സമയത്ത് മുടി ഡ്രൈ ആയി പോകുന്നതായിട്ട് പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അതിൻ്റെതായ ഒരു സ്റ്റെപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ ബ്യൂട്ടീഷ്യന്മാർ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും മുടി ഡ്രൈ ആവുകയോ മുടി പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യില്ല. അല്ലാതെ നമ്മൾ ആ ഒരു മെത്തേഡ് അല്ലാത്ത രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് മുടി ഡ്രൈ ആവുന്നതും പൊട്ടിപ്പോകാനും ഒക്കെ കാരണം. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുടി നര മാറ്റാനും മുടി നല്ലപോലെ കിളിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഹെന്ന ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് നമുക്ക് പോകാം. ഡൈ ഹെന്ന തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഹെന്ന 2 തരമാണ്. ഒന്ന് മുടി വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതും പിന്നെ ഒന്ന് മുടി നര മാറ്റുന്നതിന് വേണ്ടിയുള്ളതും. രണ്ടും 2 രീതിയിലാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന ഹെന്ന എന്ന് പറയുന്നത് ഹെന്ന ഡൈ എന്ന് പറയാം. ഇത് തയ്യാറാക്കുന്നത് നമ്മുടെ മുടിക്ക് നര മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ്. മുടി നല്ല പോലെ വളരും കേട്ടോ. ഈ ഒരു ഹെന്ന ഡൈ നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട്. പിന്നെ ഈ ഒരു ഹെന്ന ഡൈ നിങ്ങൾ മാസത്തിൽ ചെയ്യാം. അതല്ലെങ്കിൽ 2 വീക്ക് ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹെന്ന ഡൈ തയ്യാറാക്കുന്നതിന് വേണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പം നിങ്ങളെ കാണിക്കുന്നത് നോർമൽ ഒരു ഹെയറിനുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് മുടി മുഴുവനായിട്ട് വേണമെങ്കിലും ഇടാം. അതല്ല എങ്കിൽ നരയുള്ളിടത്ത് മാത്രമായിട്ട് വേണമെങ്കിലും ഇടാവുന്നതാണ്. ഇപ്പം ഞാൻ എടുക്കുന്ന ഹെന്ന, ഇപ്പം പലരും ഹെന്ന ഡൈ ഉപയോഗിക്കുന്ന സമയത്ത് മുടി ഡ്രൈ ആയി പൊട്ടിപ്പോകുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അത് കറക്റ്റ് മെത്തേഡ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. കാരണം ഇപ്പോൾ സലൂണിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ നമ്മുടെ ഹെന്ന എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഹെന്ന നമ്മുടെ മുടിക്ക് ഉണ്ടാവുന്ന നര മറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഹെന്നയിൽ നിന്ന്. മുടിയിൽ ഹെന്ന തേക്കുന്ന സമയത്ത് മുടി ആദ്യത്തെ പ്രാവശ്യം മുടി ഒന്ന് ചുമന്നതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം തേക്കുമ്പോൾ അതൊന്നുകൂടെ കളർ കൂടും. അതിനുശേഷം 3ാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്കും മുടി നല്ല പോലെ കറുക്കുകയാണ്. എടുത്ത ഹെന്ന പൗഡർ 2 ടേബിൾ സ്പൂൺ ആണ്. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് ഇൻഡിഗോ പൗഡർ. ഇൻഡിഗോ പൗഡർ നമുക്ക് അങ്ങാടിക്കടകളിൽ നിന്നും ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാൻ സാധിക്കുന്നതാണ് ഇൻഡിഗോ പൗഡർ. ഇൻഡിഗോ പൗഡർ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആണ് ഇൻഡിഗോ പൗഡർ ചേർക്കുന്നത്. ഞാൻ പറഞ്ഞ നോർമൽ ഹെയറിനുള്ളതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ലോങ് ഹെയറിനാണെങ്കിൽ അളവ് കൂട്ടിയെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ഈ പറയുന്ന അളവ് കൂട്ടിയെടുത്താൽ മതിയാകും. ഹെന്നപ്പൊടിയൊക്കെ 3-4 ടേബിൾ സ്പൂൺ ലോങ് ഹെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇൻഡിഗോ പൗഡർ ആണെങ്കിൽ 4 ടേബിൾ സ്പൂണൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതായത് നെല്ലിക്കാപ്പൊടി, അതായത് ആംല പൗഡർ എന്നൊക്കെ പറയും. അത് നമുക്ക് ഓൺലൈൻ വഴി മേടിക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് ഇതിനകത്തേക്ക് അരച്ച് അതിൻ്റെ ജ്യൂസ് ചേർത്താൽ മതി. വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്താലും മതിയാകും. ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ നെല്ലിക്ക പൗഡറാണ് എടുക്കുന്നത്. അതും സെയിം അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത്. നിങ്ങൾ ലോങ് ഹെയറിന് എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ആദ്യമേ ഹെന്ന പൊടി എത്രയാണോ എടുത്തത് അത്ര അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കണം. അങ്ങനെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് മിക്സ് ആക്കുന്നതിന് വേണ്ടി തൈരൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എഗ് വൈറ്റ് ഉപയോഗിക്കില്ല. നമ്മൾ ഇനി ഇത് മിക്സ് ആക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോഫി പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പം തരിയുള്ള, അതായത് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്.
ഇപ്പം നിങ്ങളുടെ വീട്ടിലിപ്പം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ല എങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് തരിയുള്ളത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇത് മിക്സ് ആക്കുന്നതിന് വേണ്ടി ഞാൻ കാണിക്കാൻ നിങ്ങളെ ഇത് കണ്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള തേയിലവെള്ളമാണ്. ഇത് നിങ്ങൾ എങ്ങനെയാണ് തിളപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന തേയില 3 ടേബിൾ സ്പൂൺ 1/2 കപ്പിൽ ഇട്ട് നല്ലപോലെ അതിൻ്റെ ആ ഒരു സത്തൊക്കെ നല്ലപോലെ കുറുകി വന്നിരിക്കുന്നതാണ് ഈ ഒരു പരുവം. ഇത് നിങ്ങളുടെ മുടി വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ബാക്കി വരുന്നതുണ്ടല്ലോ, മുടി വാഷ് ചെയ്യാനൊക്കെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് വെള്ളത്തിൽ ചാലിച്ച് മുടി കഴുകാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടിപൊളിയാണ്. മുടിക്ക് നല്ലപോലെ ഒരു ബ്ലാക്ക് കളർ വീണ്ടെടുക്കാൻ ഈ ഒരു നമ്മുടെ തേയില വെള്ളം വെച്ച് കഴുകുന്നത് കൊണ്ട് സാധിക്കും. കാരണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഇത് ഈ പരുവത്തിൽ വേണം കേട്ടോ. നിങ്ങളിപ്പം കുളിക്കുന്ന സമയത്ത് മുടി കഴുകാൻ വേണ്ടി ഒരു മഗ് വെള്ളം എടുക്കണം. ലാസ്റ്റ് എല്ലാം കുളിച്ചതിന് ശേഷം തലയെല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾ കഴുകാൻ വേണ്ടി ഒരു മഗ് വെള്ളത്തിലേക്ക് 5 ടേബിൾ സ്പൂൺ നമ്മൾ ഈ ഇതുപോലെ തിളപ്പിച്ച വെള്ളത്തിൽ നിന്ന്, അതായത് തേയില വെള്ളത്തിൽ നിന്ന് അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം മുടി കഴുകുകയാണെങ്കിൽ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ്. എന്തായാലും നമുക്കിതൊന്ന് മിക്സ് ആക്കാം. എന്തായാലും നമ്മുടെ ആ ഒരു ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കാം. വീഴുമ്പോൾ തന്നെ കാണാൻ സാധിക്കും എന്തുമാത്രം കുറുകിയിരിക്കുന്നതാണ്. ഓക്കെ, അതായത് തേയിലയുടെ നല്ലപോലെ സത്ത് ഇറങ്ങണം. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കാം. ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കണം, അല്ലാതെ ചെയ്യുകയാണെങ്കിൽ മുടി ഡ്രൈ ആയി പോകും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനിപ്പം സലൂണിൽ ചെയ്യുന്ന ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് പറയുന്നത്. പിന്നെ നിങ്ങളാണെങ്കിൽ ഇപ്പം മുട്ടയൊന്നും ഇതിൽ ഒഴിക്കാനായിട്ട് പാടില്ല. നമ്മളിപ്പം നര മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഡൈ ഹെന്നയാണ് ചെയ്യുന്നത്. ഇപ്പം നരയില്ലാതെ നിങ്ങൾക്ക് മുടി വളരണമെങ്കിൽ, മുടിക്ക് ഇപ്പം നരയൊന്നും പ്രശ്നമില്ല എങ്കിൽ നിങ്ങൾക്ക് എഗ് വൈറ്റ് ഒക്കെ ചേർത്തിട്ട് ഹെന്ന ഉണ്ടാക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. കുറച്ചും കൂടി നമുക്ക് ഇതിലേക്ക് തേയില വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ മുടി കഴുകാം. അതല്ലെങ്കിൽ ഒരു ദിവസം വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് മുടി തേക്കാവുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ. എങ്ങനെയായാലും സെയിം ഒരു ഗുണം തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ മിക്സ് ആക്കുകയാണ്. ഈ ഒരു പരുവാണ്, അതായത് മുടിയിൽ ഇട്ടാൽ താഴേക്ക് പോകാത്ത രീതിയിലായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി നമ്മൾ അടുത്തതായിട്ട് ചേർക്കും. ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷമാണ് അത് ചേർക്കുന്നത്. അതായത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കട്ടെ. അങ്ങനെ നമ്മുടെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾ ലോങ് ഹെയറിനുള്ള പാക്ക് കൂടുതലായിട്ട് തയ്യാറാക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എന്തിനാണ് ചേർത്തതെന്ന് വെച്ചാൽ മുടി ഡ്രൈ ആവാതിരിക്കാനും മുടിക്കൊരു പ്രൊട്ടക്ഷൻ നൽകാനും ഒക്കെ വേണ്ടിയാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ മുടിക്ക് പിടിക്കും. നിങ്ങൾ വയ്ക്കുമ്പോൾ എണ്ണ വെച്ചാൽ എങ്ങനെ മുടിക്ക് പിടിക്കുമോ എന്നുള്ള ചിന്ത വരും. മുടിക്ക് പിടിക്കും. പിന്നെ നിങ്ങൾ ഈ ഒരു എണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് മുടിക്ക് ഡ്രൈ ഹെയറിനകത്ത്, അതായത് വെള്ളം നനവുള്ള മുടിയിൽ തേക്കാൻ പാടില്ല. ഇപ്പം നിങ്ങളുടെ മുടിയിൽ ഓയിലൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, ഇത് തേക്കാവുന്നതാണ്. എന്തായാലും നമ്മുടെ ഹെന്ന, അതായത് ഡൈ ഹെന്ന തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും ചെയ്യരുത്. മാസത്തിൽ അല്ലെങ്കിൽ 2 വീക്ക് ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഹെന്ന ഡൈ ചെയ്യാവുന്നതാണ്. മുടി കറുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേരിൽ നിന്ന് തന്നെ നിങ്ങളുടെ മുടി കറുത്ത് വരുന്നതാണ് ഈ ഒരു ഹെന്ന ഡൈ ഉപയോഗിക്കുന്നത് കൊണ്ട്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ. കിടിലൊരു സംഭവം തന്നെയാണ്. ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു ഡൈ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുത്. അങ്ങനെ നമ്മുടെ ഡൈ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഉപയോഗിക്കാൻ മറക്കരുത്. ഹെന്ന ഡൈ തയ്യാറാക്കിയത് കണ്ടല്ലോ. 2 തരം ഹെന്നയാണ് ഉള്ളത്. ഒന്ന് നരയുള്ളവർക്ക് ഇടാനും പിന്നെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഡാൻഡ്രഫ് പ്രശ്നം മാറ്റാനും ഒക്കെ ഉള്ളതാണ് രണ്ടാമത്തത്. അങ്ങനെ രണ്ട് തരം ഹെന്നയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് മുടി നര മാറ്റുന്നതിനുള്ള ഹെന്നയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത് നിങ്ങൾ മുടിയിൽ ഇപ്പം 2 ആഴ്ച ഇരിക്കുമ്പോൾ ചെയ്യാം, മാസത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത്, അതായത് എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ 2 വീക്ക് അല്ലെങ്കിൽ
1 മന്ത് അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ 2 വീക്കിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും 1 മന്ത് കഴിഞ്ഞ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടൈം അനുസരിച്ച്. ഇത് നിങ്ങളിപ്പോൾ മുടിയിൽ തേച്ച് കഴിഞ്ഞ് ഒന്ന് ഉണങ്ങുന്നതിന് വേണ്ടി, അതായത് മുടി ഡ്രൈ ആകുമ്പോൾ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ പൊളിഞ്ഞ് താഴ്ത്ത് വീഴുന്ന ഒരു രീതി വരും. അപ്പോഴാണ് നമ്മളിത് മുടിയിൽ നിന്ന് വാഷ് ചെയ്യേണ്ടത്. മുടി വാഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഷാമ്പു ഉപയോഗിക്കേണ്ട, അല്ലാതെ തന്നെ മുടിയിൽ നിന്ന് കഴുകുമ്പോൾ തന്നെ മുടിയിൽ നിന്ന് പോകുന്നതാണ്. ഷാമ്പു ഉപയോഗിച്ച് കഴുകണ്ട, അല്ലാതെ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ മാത്രം കഴുകിയാൽ മതി. വെള്ളം കഴുകിയിട്ട് നിങ്ങൾ മുടി ഡ്രൈ ആക്കിയതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണോ മുടിയിൽ എണ്ണ തേക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നര മാറുന്നതാണ്. പിന്നെ വെള്ളവും കുടിക്കുക, നെല്ലിക്ക ജ്യൂസൊക്കെ കുടിക്കാനായിട്ടൊക്കെ നോക്കുക. പിന്നെ മാനസിക പിരിമുറുക്കമൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താലും നല്ല മാറ്റം കിട്ടുന്നതാണ്. ഉറപ്പായിട്ടും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്തിട്ടുള്ള റിസൾട്ടും വന്ന് പറയാൻ കൂടി നിങ്ങൾ മറക്കരുത്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.